ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളൊരു കാത്തിരിപ്പിലാണോ? നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ അധികം നാളുകളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ച് കടന്നുപോയ വ്യക്തികളാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുകയെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സിറ്റുവേഷൻ ആണോ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് ഓർക്കുക, മുഖം മനസ്സിലേക്ക് ഓർക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 10 of Swords, Five of Wands, the Hermit energy, Five of Pentacles, Four of Cups, the Moon energy, Nine of Swords, Five of Swords, Four of Swords, Six of Cups, Three of Swords, Queen of Swords, Six of Wands, Judgment, Four of Pentacles, Seven of Wands, Strength, Three of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ടവർ എനർജി ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡില് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഓഫ് സോൾസ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഫോർ ഓഫ് സോൾസ്, ഫൈവ് ഓഫ് പെന്റക്കിൾസ്, ഫൈവ് ഓഫ് സോൾസ്, നയൻ ഓഫ് സോൾസ്, ടെൻ ഓഫ് സോൾസ്. ഈ ഒരു വ്യക്തി നിങ്ങൾ ആരുടെയൊക്കെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോ മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ഇപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ഒരു ബുദ്ധിമുട്ടുകളിലൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രഗിളിംഗ് പീരീഡിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ആരും ഇല്ലാത്തൊരവസ്ഥ, ഒരു ഒറ്റപ്പെടലാണ് മെയിൻ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളെ ചതിച്ചിട്ട്, നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളെ വഞ്ചിച്ച് ചതിച്ചൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഈ റീഡിംഗ് കുറച്ച് കൂടുതലായിട്ട് കണക്ട് ആവുന്നത്. കാരണം നമ്മൾ ആ ഒരു എനർജിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സണെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു വലിയ രീതിക്കുള്ള തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ച് പോയവരാണെന്നുണ്ടെങ്കിൽ ഇവരൊരു കർമ്മ നേരിട്ട് നിൽക്കുന്ന അവസ്ഥയായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാ രീതിക്കും ഒറ്റപ്പെടലുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം വിശ്വസിച്ച് സ്നേഹിച്ച് ഇവരുടെ കൂടെ നിർത്തിയിരുന്ന വ്യക്തികളിൽ നിന്ന്, അതും ഒന്നിലധികം വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും ഇവർക്ക് വലിയ രീതിക്ക് ഒരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ഒരു ഭയങ്കരമായിട്ടൊരു ഫിനാൻഷ്യൽ ലോസ് ഒക്കെ നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പൊ ആരോഗ്യപരമായിട്ടൊക്കെ ഭയങ്കര weak ആയിട്ട് കാണുന്നുണ്ട്. ഒരു ഡിപ്രസ്ഡ് അവസ്ഥ, ഡിപ്രഷൻ സ്റ്റേജ് മാത്രമല്ല, അല്ലാത്ത രീതിയിലാണെങ്കിലും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടി, സ്ട്രഗിളിങ്സ്, എല്ലാ രീതിക്കും ഒറ്റപ്പെടൽ, ഇങ്ങനെ നിരന്തരമായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ റിപ്പീറ്റേഷൻ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പ്രശ്നം മാത്രമല്ല ഈ ഒരു വ്യക്തിക്ക് നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. ഫിനാൻഷ്യൽ ലോസ് മാത്രമല്ല, സ്നേഹിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളിൽ നിന്ന് ഒരു ചതിയിലേക്ക് പെട്ടുപോയിരിക്കുന്നു. അതോടൊപ്പം സ്നേഹിക്കുന്ന ആളുകളെല്ലാം അവരെ വിട്ടൊഴിഞ്ഞു പോയിരിക്കുന്നു. ഇവിടെ മൊത്തത്തിൽ ഈ ഒരു പേഴ്സന്റെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ഒരുപാട്, എന്നുവെച്ചാൽ ചുറ്റും നിന്ന് ഒരുപാട് പേര് ആക്രമിച്ചാൽ എങ്ങനെയിരിക്കും, അതാണ് ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻ. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ആദ്യമേ തന്നെ 10 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പൊ തികച്ചും ഒറ്റക്കാണ്. ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഒരുപാട് ഓർമ്മകൾ മാത്രമാണ്. അപ്പൊ ഇവിടെ ആദ്യമേ തന്നെ പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പഴയകാല മെമ്മറീസിലേക്ക് ഇവർ മാഞ്ഞു പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഓടി പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എവിടെ നിന്നാണോ ഒന്നും വേണ്ട എന്നുള്ള രീതിക്ക് ആ ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ വെച്ച് മുന്നോട്ടേക്ക് ഇവർ പോകുന്നത്, അതേ സ്ഥലത്തേക്ക് ഇവർ പോലും അറിയാതെ ഇവരുടെ മനസ്സ് ഒഴുകി എത്തിയിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു ശാന്തത, ഒരു സമാധാനം ആഗ്രഹിച്ചിട്ട് ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് ഇവരായിട്ട് തന്നെ പോയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പോയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ തന്നെ തിരിച്ചറിയുന്നത് നിങ്ങളായിരുന്നു അവരുടെ ഒരു സമാധാനം, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നപ്പോൾ അവർ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോ എല്ലാമാണ് എന്നുള്ളതല്ല, പക്ഷെ അവർ ഒരുപാട് സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സമാധാനം നൽകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അവരുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുക, അവർക്ക് ഭയങ്കര കെയർ ആയിട്ട് നിൽക്കുക. വഴക്കും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു കളങ്കമില്ലാത്ത സ്നേഹമായിരിക്കാം നിങ്ങൾ കൊടുത്തിരുന്നത്. പക്ഷെ അത് അവർ മനസ്സിലാക്കാനായിട്ട് കുറച്ചധികം വൈകി പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ അത് തിരിച്ചറിയുന്നുണ്ട്. ഇവരുടെ എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഭയങ്കരമായ ഒരു ഓവർ തിങ്കിങ് ചെയ്ത് കൂട്ടുന്നുണ്ട്. ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി വേദനിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ ഭയങ്കരമായിട്ട് നിറഞ്ഞു വന്നിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് പല കാര്യങ്ങളിൽ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം, തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ മനസ്സാ വാചാ അറിയാത്ത കാര്യങ്ങളിലെ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വാല്യൂ നൽകാനോ നിങ്ങളെ കേൾക്കാനോ ഒരു മനസ്സ് ഇവർ കാണിച്ചിട്ടില്ല. അതുപോലെ പുറത്തു നിന്നുള്ള വ്യക്തികളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിച്ചിരിക്കുന്നവരാണ്. അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ഭാഗത്തുള്ള ആ ഒരു കളവ് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇവരോട് പറയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇവരത് കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ട്, നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുകയോ ഒക്കെ ചെയ്ത പേഴ്സൺ ആയിരിക്കും. അങ്ങനെ ഇവർ ആ ഒരു രീതിയിലേക്ക് മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അന്ന് നിങ്ങളെ തമ്മിൽ പിരിക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടോ ഇവർക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തികൾ ഇന്ന് ഇവർക്ക് ശത്രുക്കളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് ആ ഒരു വ്യക്തികളിൽ നിന്നൊക്കെ ഇവർക്ക് വലിയ രീതിക്ക് ഒരു തിരിച്ചടി, ഒരു ചതി നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്നു. ഇപ്പൊ തീർത്തും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. ആ ഒരു യാത്രയിലാണ്, എന്ന് വെച്ചാൽ ജീവിതത്തിൽ തന്നെ ഒരു വെളിച്ചം തേടിയുള്ള യാത്രയിലാണ് ഇവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു മുന്നോട്ടേക്കുള്ള പോക്കിലും ഇവരുടെ ആ ഒരു വെളിച്ചം എന്ന് പറയുമ്പോൾ ഇവർ ആദ്യമേ തന്നെ ഇവരുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. എന്നുവെച്ചാൽ ഇവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇപ്പൊ ആരും കൂടെ ഇല്ല, അല്ലെങ്കിൽ അവർക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും ഫോക്കസ്ഡ് അല്ല. മനസ്സ് എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഒരു ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കി അവർ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എണ്ണി എണ്ണി ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലാതെയൊക്കെ പല രീതിക്ക് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ഈഗോ വെച്ചിട്ട് ഒരു സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ ഇങ്ങനെ അല്ലായിരുന്നിരിക്കാം ഒരുപക്ഷെ നേരത്തെ. പക്ഷെ ഇടക്കാലം കൊണ്ടൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു അഹങ്കാരം, സ്വാർത്ഥത ഇതൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ആ ഒരു അഹങ്കാരം ആണെന്നുണ്ടെങ്കിലും സ്വാർത്ഥതയാണെന്നുണ്ടെങ്കിലും എല്ലാം കെട്ടടങ്ങി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കെട്ടടങ്ങി തുടങ്ങിയിരിക്കുകയാണ്. കാരണം നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, ആരോഗ്യം പോലും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്.
ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിരന്തരമായിട്ട് വരുന്നുണ്ട്. ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങള്, സാമ്പത്തിക നഷ്ടങ്ങള്, മനസ്സമാധാനം ഇല്ലായ്മ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ ഇവർക്ക് വന്നിരിക്കുന്ന തിരിച്ചറിവ് എന്ന് പറയുന്നത് സ്വയം ഒരു നീതി ലഭിക്കണം ഇനിയെങ്കിലും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നീതി എന്ന് പറയുന്ന ആ ഒരു താക്കോൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളത് ഇവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇവർക്കൊരു നീതി അനിവാര്യമാണ്. Okay, അപ്പൊ നിങ്ങളുടെ relationship ആയിട്ട് base ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു person ന് കുറച്ചെങ്കിലും നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് at least ഒരു സമാധാനം, മനസ്സമാധാനമെങ്കിലും അവർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അവര് നിങ്ങളുടെ അടുത്തേക്ക് വരണം. അല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു ക്ഷമാപണം നടത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇവരുടെ ചുറ്റിനും പ്രത്യേകിച്ചും ആരും ഇല്ലെങ്കിൽ പോലും, ഇനിയിപ്പോ ചിലവരൊക്കെ അവർക്ക് ഉണ്ടായിരിക്കാം, completely 100% ആൾക്കാരും പോയി എന്നുള്ളതല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അവർ അത്രയും വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അവർ അത്രയും care ചെയ്തിരുന്ന ആ ഒരു വ്യക്തികളിൽ നിന്നാണ് അവർക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അപ്പൊ കൂടെ ഇനിയിപ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഇവർക്ക് trust ചെയ്യാൻ സാധിക്കുന്നില്ല. completely trust ഇവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആരെ വിശ്വസിക്കണം എന്നുള്ളതൊന്നും അറിയില്ല. ആകപ്പാടെ ആ ഒരു ഓർമ്മകളിലേക്ക് പോയിരിക്കുന്നത് നിങ്ങളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ കുറിച്ചിട്ടാണ് ഇവരിപ്പോ ചിന്തിക്കുന്നത്. അതുപോലെ ഇവരായിട്ട് തന്നെ നിങ്ങളുടെ relationship ൽ വരുത്തി വെച്ചിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങള്, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു വശം കൊണ്ട് അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹവും അതുപോലെ ഭയങ്കരമായ ഒരു കുറ്റബോധവും നിറഞ്ഞു നിൽക്കുമ്പോൾ, മറുവശം കൊണ്ട് അവർ എല്ലാ രീതിക്കും ഒരു ഇരുട്ടിലേക്കാണ് പോകുന്നത്. കാരണം അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങളാകുമ്പോൾ മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് ഒന്ന് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മറു side കൊണ്ട് ആ ഒരു ഭയം വരുമ്പോൾ അവർ down stage ലേക്ക് പോവാണ്. energy ഭയങ്കരമായിട്ട് loss ആയി പോവാണ്. ആ ഒരു കുറ്റബോധം എന്ന് പറയുന്നത് നിങ്ങളുടെ person നെ വല്ലാതെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. completely negativity energy ആണ്. overthinking ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ഇവരൊരു depression അവസ്ഥയിലാണ് നിൽക്കുന്നത്. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു depression stage ലേക്ക് വന്നപ്പോൾ ഒരു medical പോലും എടുക്കേണ്ട ഒരു അവസ്ഥകൾ. എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ അവരുടെ മനസ്സ് നിൽക്കുന്നില്ല. പക്ഷെ എങ്കിലും ഒരു hope ഇവിടെ universe ന്റെ ഭാഗത്ത് നിന്ന് തന്നെ കാണിക്കുന്നുണ്ട്. ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടിയും തിരിച്ചറിവും എല്ലാം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയുന്ന ഒരു person ഇപ്പോഴും ഒരുപക്ഷേ ഇവരെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എത്ര ഇവരോട് ദേഷ്യം വെച്ചിട്ടുണ്ടെങ്കിലും, ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികളുടെ മനസ്സിൽ എത്ര നിങ്ങൾ ഇവരെ ദേഷ്യപ്പെടുന്നോ അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു കർമ്മ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ചിലവരുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ എവിടെയോ ഇവരെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു energy ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ഒരു ചെറിയ കണിക ഇവിടെ നിൽക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഈ ഒരു person തീർച്ചയായിട്ടും ഒരു നീതിക്ക് അർഹമാണ് എന്നുള്ള energy ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ അതിന്റെ key എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ നിങ്ങൾ ഇവരോട് ക്ഷമിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നീതി കിട്ടുന്ന ഒരു energy ആണ് നമുക്ക് ഈ ഒരു spread ൽ തന്നെ കാണിച്ചിരിക്കുന്നത്. ഇവരുടെ ഒരു situation പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ already ഇവിടെ കാണുന്നുണ്ട്, completely ഈ ഒരു person എന്ന് പറയുന്നത് negative energy യിലാണ് നിൽക്കുന്നത്. ഒരു രീതിക്കും positive energy ഇവിടെ കിട്ടുന്നില്ല. ആകപ്പാടെ ഇവരുടെ ഒരു energy യിൽ വന്നിരിക്കുന്ന variation എന്ന് പറയുന്നത് ആ ഒരു ഓർമ്മകളിലേക്ക്, പഴയകാല ഓർമ്മകളിലേക്ക് പോകുമ്പോഴാണ്. ഇപ്പൊ ഇവരുടെ ഒരു അവസ്ഥയിൽ ഇവർ എപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്നേഹത്തെ ഇവരോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയുമ്പോഴാണ് ഇവർ ആ ഒരു ഒറ്റപ്പെടലിൽ പോകുന്നത്. ഇവർക്ക് സ്വയം ഇവരെ control ചെയ്യാൻ പറ്റാത്ത ഒരു situation വരുന്നത്. ആ ഒരു hope കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. ആ ഒരു hope ഒന്നും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോവാതിരിക്കാനായിട്ട് ആ ഒരു universe ന്റെ support, അതുപോലെ നിങ്ങളുടെ ആ ഒരു സ്നേഹം എപ്പോഴും ഉള്ളിൽ അല്ലെങ്കിൽ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ വരുത്താനായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു person ഒരുപാട് gift കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ ആ ഒരു gift ഒക്കെ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ photos ഒക്കെ നിരന്തരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. വളരെ വിലപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് share ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊന്നും അവര് പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. അവരിപ്പോഴും ആ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ തന്നെ കൊണ്ട് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഒരു ഓർമ്മകളും ഇല്ല എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ പൂർണ്ണമായിട്ടൊന്നും നിങ്ങളെ മറന്നിട്ടുണ്ടായിരുന്നില്ല. സ്വാർത്ഥതയിലും കാര്യങ്ങളിലൊക്കെയാണ് പോയത് എന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു കോണിൽ നിങ്ങൾ ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഈ ഒരു person genuine ആയിട്ടാണ് നിങ്ങളെ സ്നേഹിച്ചിരുന്നത്. നമ്മൾ already പറഞ്ഞായിരുന്നു, ഇടക്കാലം കൊണ്ടാണ് ഇവർക്ക് ആ ഒരു ego ഭയങ്കരമായിട്ട് കേറി വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ego ഇപ്പൊ കെട്ടടങ്ങി പോയപ്പോൾ ആ ഒരു കർമ്മ ഇവരെ നേരിട്ട് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അത് അവരൊക്കെ പൊടി തട്ടി എടുത്തിരിക്കുകയാണ്. നിങ്ങളിലേക്ക് ഒരു communication നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ ഒരു ഹൃദയം നുറുങ്ങുന്ന വേദന എന്ന് പറയുമ്പോൾ ആ ഒരു ഒറ്റപ്പെടലാണ്. എല്ലാ രീതിക്കും ഈ relationship നെ കുറിച്ച് പറയുകയാണെങ്കിൽ completely breakup ആയിട്ട് നിന്നു പോയിരിക്കുന്ന ഒരു relationship ആണ് നിങ്ങളുടേത്. ഇതൊരു no contact ഓ അല്ലെങ്കിൽ less contact ഓ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയല്ല. പൂർണ്ണമായിട്ട് നിന്നുപോയി, അതും കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ contact കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ അവരെയും തിരക്കി പോകുന്നില്ല, അവരാണെങ്കിലും നിങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ wait ചെയ്യുന്നുണ്ട് ഇവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരാനായിട്ട്, ഒരു communication എങ്കിലും ലഭിക്കുമായിരിക്കും എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും
നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആണ്. അപ്പൊ ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു എനർജി ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് ഇവരിപ്പോ ഒരുപാട് കൊതിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഒന്നും ഷെയർ ചെയ്യാൻ ആരുമില്ല. ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോഴേക്കും ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല എന്ന് പറയുമ്പോൾ അത് വളരെയധികം ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻ ആണ്. ഒരുപക്ഷെ നിങ്ങൾ അത് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ അത് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു മരണതുല്യമായ വേദനകളിലൂടെ അല്ലെങ്കിൽ ജീവിക്കണമെന്ന് പോലും താല്പര്യമില്ലാതെയൊക്കെ പോയ വ്യക്തികൾ പോലും ഉണ്ടായിരിക്കാം. അത്രയും ഒരു പേഴ്സണെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫിലെ എല്ലാ രീതിക്കും അവസാനത്തെ ഒരു പ്രതീക്ഷയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ജീവിതം എന്നൊക്കെ പറയുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ഒക്കെ ആയിരിക്കാം. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണും ആ ഒരു രീതിയിലേക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അവരും മുന്നോട്ടേക്ക് പോകുന്നത് ആ ഒരു ഭയങ്കരമായ ആ ഒരു കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന വഴിയിലൂടെയാണ്. പെയിൻ മാത്രമാണ് മുന്നോട്ടേക്ക് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചെറിയ രീതിക്ക് ഒരു കർമ്മയല്ല നേരിട്ടിരിക്കുന്നത്. നമ്മൾ ചില റീഡിംഗ് എടുക്കുമ്പോൾ പറയുന്നത് കർമ്മ എന്ന് പറയുമ്പോൾ അവർക്കൊരു തിരിച്ചറിവിന്റെ തിരിച്ചടിയാണെന്നുള്ളത് പറയാറുണ്ട്. പക്ഷെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു തിരിച്ചറിവിന്റെ തിരിച്ചടിയല്ല വന്നിരിക്കുന്നത്. ഇവർക്ക് ചിലപ്പോ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു തിരിച്ചടികളാണ് ഇവർക്ക്. അപ്പൊ ഇവർക്ക് ചെറിയ രീതിയിലുള്ള ഓരോരോ കാര്യങ്ങൾ തിരിച്ചറിവിന്റെ തിരിച്ചടിയൊക്കെ യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടും ഇവർ പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ചെറിയ കാര്യങ്ങളിൽ നിന്നും പഠിക്കാതെ വന്നപ്പോൾ നിരന്തരമായിട്ട് ഇവർക്ക് ആ ഒരു റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ വന്ന് ഇപ്പൊ വലിയ രീതിക്കുള്ള ഒരു തിരിച്ചടി എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു പ്രശ്നങ്ങളിലാണ് ഇവർ അകപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇനിയും ഈ ഒരു ദുഃഖം അല്ലെങ്കിൽ ഈ ഒരു ഭാരം ഒന്നും താങ്ങാനായിട്ട് സ്വന്തം ആയിട്ട് സാധിക്കുന്നില്ല, താങ്ങാൻ പറ്റുന്നില്ല, സ്വന്തം കയ്യിൽ നിൽക്കുന്നില്ല. അപ്പൊ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിനൊരു മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന വ്യക്തികളാണ് ഇവര്. ഇവർക്ക് ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇവിടെ ഒരു പൂർണ്ണമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ മാറ്റങ്ങളിലൂടെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഇതുവരെ അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ എല്ലാവിധ എനർജീസിനെയും സ്വയം നിയന്ത്രിച്ച് കെട്ടി നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കാതെ അല്ലെങ്കിൽ ആക്ഷൻ ഒക്കെ എടുക്കാതിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അതിൽ നിന്നൊക്കെ ഒരു മെന്റാലിറ്റിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ നേരിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ട് നിങ്ങളിലേക്ക് നടത്തണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ കമ്മ്യൂണിക്കേഷൻ കാർഡാണ് വന്നിരിക്കുന്നത്, വാണ്ട് എനർജിയാണ്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിലൂടെ നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കണം. അതുപോലെ അവർക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയണം എന്നുണ്ട്. അവർ ചെയ്തിരിക്കുന്ന തെറ്റുകളാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അവരുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന പല പ്രവർത്തികളും അവർ ചെയ്തിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പ്രവർത്തികളിലൂടെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന വ്യക്തികളാണെങ്കിൽ കുറ്റബോധം ഇവരെ ഞാൻ already പറഞ്ഞായിരുന്നു, കാർന്നു തിന്നുന്ന ഒരു അവസ്ഥയാണ്. സ്വന്തമായിട്ടൊരു നീതി വേണമെന്ന് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ആരുടെയും മുമ്പിലൊന്നും ചിലപ്പോൾ ഇതൊന്നും കാണിക്കുന്നുണ്ടാവില്ല. ആരുടെയും മുമ്പിലെന്ന് പറയുമ്പോഴേക്കും ഒരു ഈഗോ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു മുഖം മറ്റാരും കാണരുത് എന്ന് ചിന്തിക്കുന്നവരാണ് ഇവര്. പക്ഷെ എങ്കിലും ആ ഒരു നീതി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ Four of Pentacles ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു person എന്ന് പറയുന്നത് ഈഗോയുടെ നിറകുടമാണ്. Okay, നിറകുടം എന്ന് പറയാൻ കാരണം ഭയങ്കരമായിട്ട് ഒരു egoism ഉള്ള person ആണ്. അതുപോലെ തന്നെ സമ്പാദ്യത്തിന്റെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ, സമ്പത്തിന്റെ കാര്യത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിക്കും അങ്ങോട്ട് പണം ഒന്നും വിട്ട് ചെലവാക്കാത്ത ഒരു വ്യക്തികളാണ്. ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ നിങ്ങളുടെ ഒരു relationship എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു ലിമിറ്റ് വിട്ട് കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്തയാണ്. അതിപ്പോ പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഭയങ്കര പിശുക്ക് വെച്ചിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നവര്. ആദ്യമൊന്നും ഇവർ ഇങ്ങനെ ആയിരുന്നില്ല. ഇവർക്ക് നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ആ ഒരു സൗഭാഗ്യത്തിന്റെ മുകളിലേക്ക് ഇവർ വളരും തോറും ഇവരുടെ ഈഗോയും ഉയർന്നുയർന്ന് വളർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവര് ആ ഒരു ഈഗോ വെച്ചിട്ട് നിങ്ങളെ പോലും തിരിച്ച് വേദനിപ്പിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്ന് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയപ്പോഴാണ് ആ ഒരു കർമ്മ ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കർമ്മ എന്ന് പറയുന്ന കാര്യം തീർച്ചയായിട്ടും ഉള്ളൊരു കാര്യം തന്നെയാണ്. അതാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണിച്ചിരിക്കുന്നത്. ഒരാള്
വേദനിപ്പിച്ച് കുത്തി നോവിച്ചിട്ട് മനസ്സിനെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു കർമ്മ തീർച്ചയായിട്ടും വരും. അത് വിശ്വസിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാത്തവരായിരിക്കും. കർമ്മ അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറയുന്നവരായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു കർമ്മ എന്ന് പറയുന്ന കാര്യമുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു രൂപത്തില് അല്ലെങ്കിൽ ഒരു ഭാവത്തില് അറിയുക തന്നെ ചെയ്യും. നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ, ഒരു തെറ്റും ചെയ്തില്ല എന്നുള്ളത് പറയുന്നില്ല, ഒരു തെറ്റും ചെയ്യാത്ത ആരും തന്നെ ലൈഫിൽ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കാര്യങ്ങളല്ല, അറിഞ്ഞിരുന്നോണ്ട് നിങ്ങൾ ഒരു ന്യായമായ രീതിക്ക് മാത്രം പ്രവർത്തിക്കുകയും തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആരാണോ വേദനിപ്പിച്ചിട്ട് പോയത്, അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റക്കാക്കിയിട്ട് പോയത്, നിങ്ങൾ ആ ഒരു വേദനയുടെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ ഒരു കർമ്മ അത് ഏൽപ്പിച്ചവർക്ക് തിരിച്ചടിക്കും. കാരണം കർമ്മ ഈസ് എ ബൂമറാങ്. എവിടെയാണോ തൊടുത്തു വിട്ടത് അവിടെ തന്നെ അത് എത്തുക തന്നെ ചെയ്യും. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതാണ് ആ ഒരു എനർജി നമുക്കിവിടെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സൺ ഇപ്പോ സ്വന്തമായിട്ട് ആ ഒരു നീതിക്ക് വേണ്ടിയിട്ട് അലയുകയാണ്. അവരുടെ മനസ്സാണെന്നുണ്ടെങ്കിലും ശരീരമാണെന്നുണ്ടെങ്കിലും അവരുടെ കൺട്രോളിലല്ല നിൽക്കുന്നത്. ശരീരം എന്ന് പറയാൻ കാരണം അവരിപ്പോ ഭയങ്കരമായി physical issues ഒക്കെ നേരിട്ട് അവരുടെ ആ ഒരു സൗന്ദര്യവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അതുപോലെ health issues വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങൾ ഒരുപാട് manifest ചെയ്യുന്നുണ്ട്. spiritually ആണെന്നുണ്ടെങ്കിലും ഇവർ ഭയങ്കരമായിട്ട് connected ആവുന്നുണ്ട്. നിങ്ങളെ manifest ചെയ്യുക മാത്രമല്ല, ആ ഒരു ഈശ്വര വിശ്വാസത്തിലേക്കൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിലേക്ക് ഭയങ്കരമായിട്ട് spiritual connection ലേക്ക് വന്ന് ആ ഒരു നഷ്ടപ്പെട്ടു പോയ strength ഒക്കെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആ ഒരു സ്നേഹം അവരിപ്പോ മനസ്സുകൊണ്ട് കൊതിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അർഹമായ സ്നേഹം നൽകി നിങ്ങളുടെ relationship ൽ ആ ഒരു strength ഒക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിക്കുകയാണ്. ജീവിതം പല രീതിയിലുള്ള പാഠങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പണം മാത്രമല്ല ജീവിതം, സ്നേഹത്തിനും അതിന്റേതായ value ഉണ്ട് എന്നുള്ളത് വളരെ വൈകിയാണ് ഇവർ പഠിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ഇത് ഇവർക്ക് അറിയാഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷെ അത് തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം accept ചെയ്യുന്നത് ഈ ഒരു സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കാനായിട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവരുടെ ലൈഫിൽ ഈ ഒരു വലിയ രീതിയിലുള്ള കർമ്മ എന്ന് പറയുന്നത് നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് അവർക്ക് അത് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. Okay, അപ്പൊ ഈ ഒരു രീതിക്കൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എത്ര പേരുടെ വ്യക്തിയുടെ എനർജി ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് നേരിട്ടിരിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം പെയിൻ അനുഭവിച്ചവരാണ്. അതുപോലെ നിങ്ങൾ ഇതിനകത്ത് പ്രത്യേകിച്ച് തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. വഴക്കൊക്കെ വന്ന സമയത്ത് നിങ്ങളും ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളല്ല, ഒരു നീതിക്ക് അല്ലെങ്കിൽ നീതിപൂർവം അല്ലാത്ത ഒരു കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുന്നവരായിരിക്കും. കാരണം നിങ്ങളുടെ മനസ്സിന്റെ നന്മ ഈ ഒരു യൂണിവേഴ്സ് തൊട്ടറിയുന്ന ഒരു നിമിഷമാണ് ഈ ഒരു പേഴ്സണിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിലൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക തന്നെ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ തീരുമാനമാണ്. Okay, അപ്പൊ ഈ ഒരു റീഡിംഗ് മാത്രം കേട്ടിട്ട് നിങ്ങൾ ഇത് എടുത്ത് മുന്നോട്ടേക്ക് പോകണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് എപ്പോഴും ഒരു ഗൈഡൻസ് ആണ്, പ്രത്യേകിച്ച് ജനറൽ റീഡിംഗ് ആണ്. കംപ്ലീറ്റ്ലി എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് എടുത്തിരിക്കുന്ന റീഡിംഗ് അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രമാണ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. Okay, അപ്പൊ റെസനേറ്റ് ചെയ്യുന്നവർ ക്ലെയിം ചെയ്യുക. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.